ഈ കാണുന്ന പോലെ കോൺക്രീറ്റ് ഒക്കെ പൊളിച്ചെടുക്കുന്ന എന്തിനാണ് മനസ്സിലായോ? പൈപ്പ് ബ്ലോക്ക് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പൈപ്പ് ലീക്കേജും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മതിലൊക്കെ കുറച്ച് ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന സ്ലോപ്പ് കണ്ടോ, സ്ലോപ്പ് തിരിച്ച് ഓപ്പോസിറ്റാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ പ്ലംബിങ്ങിൽ മസ്റ്റായിട്ട് ഡ്രെയിനേജ് പക്ക സ്ലോപ്പ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ പ്രശ്നങ്ങളൊക്കെ വരും. കാരണം കണ്ടോ, വേസ്റ്റ് അടഞ്ഞ് 3 ഇഞ്ച് എന്നുള്ളത് ചിലപ്പോൾ 2 ഇഞ്ചൊക്കെ ആയി വരും കേട്ടോ. കാലക്രമേണ കണ്ട അത്രയും അഴുക്കാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് കേട്ടോ. ഇവിടെ നമ്മളൊരു വെറൈറ്റി ഐഡിയയിലാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല, ഓൾറെഡി ഇതിൻ്റെ സെപ്പി ടാങ്കിൻ്റെ മേലെ കൂടെയൊക്കെയാണ് ഈ കാണുന്ന പൈപ്പുകൾ കംപ്ലീറ്റ് ഇട്ടിരിക്കുന്നത്. അതും ഒരുപാട് ഫിറ്റിങ്സും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഓൾറെഡി ഇവർ ഉപയോഗിക്കുന്ന ബാത്റൂമാണ്, 5 ബാത്റൂം ഉണ്ട്. അപ്പോൾ ഇതേപോലെ റൈസറും അതേപോലെ 3 ഇഞ്ച് പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 12 ലെങ്ത് പൈപ്പോളം വരുന്നുണ്ട് കേട്ടോ. പൈപ്പ് എല്ലാം 6 kg പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ 2.5-ന്റെ പൈപ്പൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇട്ടിരിക്കുന്നത് കേട്ടോ. അത് കാരണം കൊണ്ടാണ് സ്ലോപ്പിൻ്റെ പ്രശ്നം, പൈപ്പ് പൊട്ടാനുള്ള ചാൻസ് ഒക്കെ കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ 5 അടി ഗ്യാപ്പിലാണ് നമ്മൾ ഫുള്ളി കോൺക്രീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ വരും കേട്ടോ.